ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിവിടെ പറയാൻ പോകുന്നത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നല്ലൊരു ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണം. എന്താണ് ഒരു ക്ലാസ് റൂം ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു കുട്ടിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളുകളാണ് അല്ലെങ്കിൽ ടെസ്റ്റുകളാണ് ക്ലാസ് റൂം ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇവാലുവേഷൻ്റെയും സ്കോഴ്സ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇവാലുവേഷൻ ടൂളുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ടീച്ചർക്കും ഈ നല്ലൊരു ഇവാലുവേഷൻ ടൂളിൻ്റെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും നമുക്ക് 8 ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ആണ് ഒരു ഗുഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്, കോംപ്രിഹെൻസീവ്നെസ്, വാലിഡിറ്റി, റിലയബിലിറ്റി, പ്രാക്ടിക്കബിലിറ്റി, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ആൻഡ് യൂട്ടിലിറ്റി. ഇങ്ങനെ 8 ക്വാളിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ല, നമുക്ക് ഓരോന്നും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളതാണ്. 8 ക്വാളിറ്റീസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ്നെസ് വേണം. നമ്മൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടായിരിക്കണം. അതായത് അത് എല്ലാ തരം പേഴ്സണൽ ബയാസിൽ നിന്നും ഫ്രീ ആയിരിക്കണം. ഇപ്പോൾ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സും ഡിഫറെൻറ്റ് ഐഡിയാസും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലൊരുപാട് ബയാസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് വാല്യൂ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ടീച്ചേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ടാവും. ഓരോരുത്തരും ഉദ്ദേശിക്കുന്ന ആൻസേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോഴും അവിടെ ഒരുപാട് പേഴ്സണൽ ബയാസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെഫിനിറ്റ്നെസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അതാണ് ഒബ്ജക്റ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്. ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അസസ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മെമ്മറി പവർ, അപ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉദ്ദേശിച്ചിട്ടായിരിക്കും ഒരു അസസ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ആ ഒരു ഒബ്ജക്റ്റീവിനെ, ആ ഒരു കാര്യത്തിൻ്റെ ബേസിലായിരിക്കണം നമ്മുടെ അസസ്മെൻറ്റ് ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ ഒരു ടെസ്റ്റ് നമ്മളൊരു കുട്ടിയുടെ മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് അതിന് ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിലായിരിക്കണം ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കോംപ്രിഹെൻസീവ്നെസ്. കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക്, ഒരു യൂണിറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പോയിൻറ്റ്സും അതിൽ കവർ ചെയ്തിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ ടെസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ യൂണിറ്റുകളും, അതായത് എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ടെസ്റ്റ് വരുന്നത്. അതും ഈക്വൽ ആയിട്ടുള്ള കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കി ചാപ്റ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ഒരു രീതിയിലാവരുത്. അതാണ് കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റ് എന്താവണം? ഷുഡ് ബി കോംപ്രിഹെൻസീവ്. ഓക്കെ, നെക്സ്റ്റ് വൺ വാലിഡിറ്റിയാണ്. വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് നമ്മൾ എന്താണോ ക്ലെയിം ചെയ്യുന്നത് അതിനുള്ള എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ടെസ്റ്റ് മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആ ഒരു അസസ്മെൻറ്റിനുണ്ടോ, അത് വാലിഡാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദി ക്വാളിറ്റി ഓഫ് ദി ടെസ്റ്റ് ടു മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. എന്താണോ അത് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് വാലിഡ് ആണെന്ന് നമുക്ക് പറയാം. വാലിഡിറ്റി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കാനുണ്ട്. 6 മെയിനായിട്ടുള്ളത്. കണ്ടന്റ് വാലിഡിറ്റി, പ്രെഡിക്റ്റീവ് വാലിഡിറ്റി, കൺകറന്റ് വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി, കോൺഗ്രന്റ് വാലിഡിറ്റി ആൻഡ് ഫേസ് വാലിഡിറ്റി. ഇങ്ങനെ 6 തരം വാലിഡിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കണ്ടന്റ് വാലിഡിറ്റി. കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ബേസ്ഡ് ടെസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റിന് ഒരു വാലിഡിറ്റി ഉണ്ട്. അതിലുള്ള ഫാക്ട്സും കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെ അതിൽ ഈക്വലായിട്ട് കവർ ചെയ്തിട്ട് ഉണ്ടാവണം. അതാണ് കണ്ടന്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു അസസ്മെൻറ്റ് കൊടുത്തു, ആ അസസ്മെൻറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഔട്ട്കംസ് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു അസസ്മെൻറ്റിൻ്റെ സ്കോർ യൂസ് ചെയ്തിട്ട് അടുത്ത അസസ്മെൻറ്റിൽ ആ കുട്ടി എങ്ങനെ പെർഫോം ചെയ്യും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഔട്ട്കം എന്തായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്തതാണ് കൺകറന്റ് വാലിഡിറ്റി. കൺകറന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് അസസ് ദി കോറിലേഷൻ ബിറ്റ്വീൻ എ ന്യൂ മെഷർ ആൻഡ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് മെഷർ ടേക്കൺ അറ്റ് ദി സെയിം ടൈം. അതായത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വാലിഡ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെഷർമെൻറ്റും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു മെഷർമെൻറ്റും സെയിം ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്കോർസ് നമ്മൾ കോറിലേറ്റ് ചെയ്യുക. അങ്ങനെയാണ് കോറിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണെന്ന് പറയാം. അതാണ് കൺകറന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് കൺസ്ട്രക്ട് വാലിഡിറ്റി. കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അസസ്മെൻറ്റിനും അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ബേസിസ് ഉണ്ടാവും, ഒരു തിയററ്റിക്കൽ കൺസ്ട്രക്റ്റ് ഉണ്ടാവും. ഈ കൺസ്ട്രക്റ്റ് എന്താണോ അത് മെഷർ ചെയ്യുന്നതായിരിക്കണം ആ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഗ്രി ടു വിച്ച് എ ടെസ്റ്റ് ഈസ് മെഷറിങ് വാട്ട് ഇറ്റ് ഈസ് പർപ്പോർട്ടഡ് ടു മെഷർ. അതാണ് കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കോൺഗ്രുവൻറ്റ് വാലിഡിറ്റി. കോൺഗ്രുവൻറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, കൺവേർജൻറ്റ് വാലിഡിറ്റി എന്നും പറയാൻ പറ്റും. കൺവേർജൻറ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു സെറ്റ്സ് ഓഫ് സ്കോറിൻ്റെ കോറിലേഷനാണ് ഇവിടെ നമ്മൾ വാലിഡിറ്റിയുടെ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സെറ്റ് സ്കോർ തമ്മിലുള്ള കോറിലേഷൻ, അതായത് ഒരു ടെസ്റ്റും അതിന് സിമിലർ ആയിട്ടുള്ള കണ്ടീഷനിലുള്ള വേറൊരു ടെസ്റ്റും കൂടി തമ്മിലുള്ള സ്കോർസിനെ കോറിലേറ്റ് ചെയ്യുമ്പോൾ അതിന് കോറിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺവേർജൻ്റ് ആയിട്ടുള്ള വാലിഡിറ്റി ഇതിനുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ രണ്ട് സെറ്റ് സ്കെയിൽസ് ഉണ്ട്. അതിൽ ഒരു സ്കെയിലിൽ ഹൈ സ്കോർ വന്നിട്ടുള്ള ഒരു പേഴ്സണ് അടുത്ത സ്കെയിലും എന്തായിരിക്കണം, ഹൈ സ്കോർ ആയിരിക്കണം. അതാണ് അവിടെ ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള വാലിഡിറ്റി ഉണ്ടെന്ന് പറയാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫേസ് വാലിഡിറ്റി. അത് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ളതാണ്. 6 വാലിഡിറ്റീസ് ആണുള്ളതെന്ന് പറഞ്ഞു. അതിൽ 6ാമത്തേതാണ് ഫേസ് വാലിഡിറ്റി. ഫേസ് വാലിഡിറ്റി ഈസ് വെൻ ആൻ അസസ്മെൻറ്റ് ഓർ ടെസ്റ്റ് അപ്പിയേഴ്സ് ടു ഡു വാട്ട് ഇറ്റ് ഈസ് ക്ലെയിം ടു ഡു. ഓക്കെ, അതാണ് ഫേസ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വാലിഡിറ്റി കഴിഞ്ഞു. അടുത്ത ഒരു ക്വാളിറ്റി ആയിട്ട് വരുന്നതാണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഒരു ടെസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അപ്ലൈ ചെയ്തു. ഈ സെയിം ടെസ്റ്റ് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കണം, സെയിം സ്കോർസ്, സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കോർസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റും. റിലയബിലിറ്റി റെഫേഴ്സ് ടു ദി കൺസിസ്റ്റൻസി ഓഫ് എ മെഷർ whether the results can be reproduced under the same condition. ആ സെയിം കണ്ടീഷനിൽ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ റിസൾട്ട്സ് തന്നെ നമുക്ക് കിട്ടണം. അതാണ് റിലയബിലിറ്റി. ഈ റിലയബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡാണുള്ളത്. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് ഉണ്ട്, അതേപോലെ പാരലൽ ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്, സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്. അത് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, 2 പ്രാവശ്യം അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ഫസ്റ്റ് നമ്മളൊരു ടെസ്റ്റ് കൊടുക്കും. ഈ ടെസ്റ്റ് തന്നെ ഒരു ടൈം ഇൻ്റർവെലിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്യും. അപ്പോഴും ഈ സെയിം സ്കോർസ് തന്നെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡിൽ നമ്മളൊരു ടെസ്റ്റ് ഒറ്റ പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് സബ്ജക്ട്സിൽ നമ്മൾ ഒരു ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സബ്ജക്ട്സിനെ നമ്മൾ കമ്പയറബിൾ ആയിട്ടുള്ള ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പേഴ്സണും ഓരോ ഇൻഡിവിജ്വലിനും ഈ കമ്പയറബിൾ ഹാഫിൽ കിട്ടിയിട്ടുള്ള സ്കോർസിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കോറിലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് പാരലൽ ഫോം മെത്തേഡ്. പാരലൽ ഫോം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ടാക്കാം. അതായത് അതിൻ്റെ സെയിം സ്കില്ലും സെയിം നോളജ് ബേസും അതേപോലെ സെയിം കൺസ്ട്രക്റ്റൊക്കെ ആയിരിക്കണം. പക്ഷേ ഡിഫറെൻറ്റ് വേർഷൻസ്, ഒരു ടെസ്റ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ്